ഗുഡ് മോർണിംഗ്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. 4ാമത്തെ ചാപ്റ്റർ 4 റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് ഈ ചാപ്റ്ററും. അവിടെ നമ്മൾ പഠിച്ചത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിനെ എങ്ങനെ റിഡീം ചെയ്യാം എന്നുള്ളതായിരുന്നു. ഇവിടെയും റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിനെ നമുക്കങ്ങനെ റിഡീം ചെയ്യാം എന്നുള്ളത് നോക്കാം. മീനിങ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, എന്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ളതിന് മീനിങ് ആണ്. ദ ടേം റിഡംഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ റെഡ്മെയർ. ദ ലിറ്ററൽ മീനിങ് ഓഫ് റിഡംഷൻ ഈസ് ദ ആക്ട് ഓഫ് ബൈയിങ് ബാക്ക് സംതിങ് ദാറ്റ് വാസ് പ്രീവിയസ്ലി സോൾഡ്. എന്താ മീനിങ്? അതായത് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമെന്ന് പറയാം റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. നമുക്കൊരു ഡിബഞ്ചർ കേസിലറിയാം. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോറോഡ് ക്യാപിറ്റലാണ് എന്നും അതുപോലെ ഡിബഞ്ചേഴ്സിന് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റും കൊടുക്കണമെന്ന് നമുക്കറിയാം. ആ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പറയാറുണ്ട് 6% ഡിബഞ്ചർ, 8% ഡിബഞ്ചർ, 10% ഡിബഞ്ചർ. അവിടെ 6, 8, 10 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് സിംപ്ലി മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. റെഡ് മാർക്കിലുണ്ട് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അടയ്ക്കുക. റീപേയ്മെൻറ്റ് പറഞ്ഞാൽ തിരിച്ചടക്കുക. അപ്പോൾ തിരിച്ചടക്കുന്ന ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ പേരാണെന്ത്? അല്ലെങ്കിൽ ആ പ്രോസസ്സ് എന്ന് പറഞ്ഞ പേരാണെന്ത്? റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ മീൻസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ. ദിസ് ഈസ് discharging of liability on account of debenture. It may be redeemed at a par or premium. രണ്ട് ഇങ്ങനെ പാർ ഫോർ എക്സാമ്പിളായിട്ട് പറയാം. ഒരു 10 ലക്ഷം രൂപ ഞാൻ ഡിബഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഡിബഞ്ചറായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ 10 ലക്ഷം രൂപ തന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനെന്താ പറയും? റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ എന്ന് പറയും. ഇനി 10 ലക്ഷം രൂപ ഞാൻ മേടിച്ചിട്ടുണ്ട് ഡിബഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അതൊരു 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ 12 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം എന്ന്. അതായത് നമ്മൾ മേടിച്ചതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രീമിയം എന്നും, നമ്മൾ മേടിച്ചതിന് ഈക്വലായിട്ടാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? പാറ് എന്നും പറയും. നെക്സ്റ്റ് നോക്കുക. സോഴ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ നിന്നാണ് നമുക്ക് ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ സോഴ്സ്? നമുക്ക് ഞാൻ പറഞ്ഞ ഒരു ഫിക്സ്ഡ് പീരീഡ് കഴിഞ്ഞാൽ ഈ റിഡീം ചെയ്യേണ്ടി വരും. അതിന് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഫണ്ട് കണ്ടെത്താൻ നോക്കാം. നമ്മൾ സോഴ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ളത് അതിൻ്റെ മുമ്പ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച സോഴ്സ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസും പോലെ സെയിം ആണ്. നോക്കാം. ഒന്നാമത് നോക്കാം. ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ട്. ദെൻ സെക്കൻഡ് വണ് ബൈ യൂട്ടിലൈസേഷൻ ഓഫ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട്. തേർഡ് വണ് ബൈ യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ട്. ഫോർത്ത് വൺ നോക്കുക. ബൈ കൺവേർഷൻ ഇൻ ടു ഷെയർ ഓർ ഡിബഞ്ചേഴ്സ്. പുതിയ ഷെയറുകളോ അല്ലെങ്കിൽ ഷെയർസിലേക്കോ ഡിബഞ്ചേഴ്സിലേക്കോ കൺവേർട്ട് ചെയ്തിട്ട്. ഫിഫ്ത്ത് വണ് ഔട്ട് ഓഫ് പ്രൊസീഡ് ഫ്രം സെയിൽസ് ഓഫ് ഫിക്സ്ഡ് അസറ്റുകൾ വിറ്റിട്ട്. ദെൻ സിക്സ്ത് വണ് ബൈ പർച്ചേസ് ഓൺ ഡിബഞ്ചേഴ്സ്. സ്വന്തം ഡിബഞ്ചേഴ്സിനെ നമ്മൾ പർച്ചേസ് ചെയ്ത്. അങ്ങനെ 6 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിബഞ്ചേഴ്സിനെ എന്ത് ചെയ്യാം? റീപേയ്മെൻറ്റ് നടത്താം അല്ലെങ്കിൽ റിഡീം ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ നോക്കാം. ഇവിടെ റെഡ് മാർക്കുള്ള നോക്കാം. ഒന്നാമത്തെ റെഡ് മാർക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഷെയർ. സെക്കൻഡ് വണ് ക്യാപിറ്റൽ. തേർഡ് വണ് പ്രോഫിറ്റ്. ഫോർത്ത് വണ് കൺവേർഷൻ. ഫിഫ്ത്ത് വണ് സെയിൽസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ദെൻ സിക്സ്ത് വണ് പർച്ചേസ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ റിഡീം ചെയ്യുന്നത്. ഈ നോക്കാം. ഈ ഓരോ മെത്തേഡും ഏതാണ് എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മെത്തേഡ് ഓഫ് റിഡീമിങ് ഡിബഞ്ചേഴ്സ്. ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് റിഡംഷനെ റിഡീം ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് വണ് ഫോളോയിങ് ആർ ദ സം ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് റിഡീമിങ് ഡിബഞ്ചേഴ്സ്. ദേ ആർ ഗിവൺ ബിലോ. ഫസ്റ്റ് ഒന്ന് നോക്കാം. റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ്. അതായത് ഒരുമിച്ച് എമൗണ്ട് കൊടുത്തിട്ട് ഡീറ്റെയിൽസ് പറയാം.
അത് ഏതൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. സെക്കൻഡ് വണ് റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ്. തേർഡ് വണ് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഫോർത്ത് വണ് റിഡംഷൻ ബൈ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഫിഫ്ത്ത് വണ് റിഡംഷൻ ബൈ ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. സിക്സ്ത് വണ് റിഡംഷൻ ബൈ കൺവേർഷൻ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഫസ്റ്റ് ഒന്ന് നോക്കാം. റിഡംഷൻ ബൈ ലംസം മെത്തേഡ്. ലംസം മെത്തേഡിലൂടെ നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വണ് റിഡംഷൻ ബൈ ലംസം മെത്തേഡ്. എന്താണ് ലംസം എന്ന് പറഞ്ഞാൽ? ലംസം പറഞ്ഞാൽ സം ടോട്ടൽ അല്ലേ, മൊത്തത്തിൽ എന്നുള്ളതിനെ ആണ് നമ്മൾ എന്താ പറയുക ലംസം എന്ന് പറയുന്നത്. നോക്കുക. Under this method, the entire amount of debentures is redeemed at the end of a specific period or fixed period as per the terms of issue. In other words, the amount of debenture is paid one lump sum to the debentures holders according to the condition of issue at the end of the life of debentures. Lump sum എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ എന്നാണ്. ഇപ്പോൾ ലംസം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിബഞ്ചറെ കയ്യിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരോട് പറയാം ഞങ്ങൾ 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എമൗണ്ട് ഒരുമിച്ച് തരാം, ലംസമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ പറയും? ലംസം മെത്തേഡ്. റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ. സാധാരണഗതിയിൽ ലംസം പേയ്മെൻ്റ് അല്ല ഉണ്ടാവാറുള്ളത്. സാധാരണ രീതിയിൽ എന്താ ഉണ്ടാവില്ല, ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് ഉണ്ടാവുക. ഓരോ വർഷവും എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിലോ ഹാഫ് ഇയർലോ ആയിട്ടോ തിരിച്ചു കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. നോക്കുക. സം ഡിബഞ്ചേഴ്സ് വിൽ നോട്ട് ബി റിഡീംഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യാത്ത രീതിയിലുള്ളതാണെങ്കിൽ ഇൻസ്റ്റഡ് ദേ വിൽ ബി റിഡീംഡ് ഇൻ വൺ ലംസം ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ്. ദേ മേ ബി റിഡീംഡ് അറ്റ് പാർ, അറ്റ് പ്രീമിയം അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ഇഷ്യൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിഡംഷന് ലംസം മെത്തേഡിൽ ചെയ്യുന്നതാണ്. അത് 2 രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാറിലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ചെയ്യാം. നോക്കുക. ഫണ്ട്സ് ആർ റിക്വയർഡ് ഫോർ റിഡീമിംഗ് ദ ഡിബഞ്ചേഴ്സ്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ഡിസൈഡ് ദ സോഴ്സ് ഫ്രം വിച്ച് ഡിബഞ്ചേഴ്സ് ആർ ടു ബി റിഡീംഡ്. ഡിബഞ്ചേഴ്സ് മേ ബി റിഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഡിബഞ്ചേഴ്സിന് നമ്മൾ സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ ആ ഡിബഞ്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യുന്നത് നമ്മുടെ ക്യാപിറ്റലിൽ നിന്നാണോ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാണ് തീരുമാനിക്കുക? അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുക. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ തീരുമാനപ്രകാരം ഡിബഞ്ചേഴ്സിനെ ലംസം മെത്തേഡിലൂടെ സെറ്റിൽ ചെയ്യുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് യൂസ് ചെയ്ത് കാണണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു വർഷം 10 ലക്ഷം രൂപയാണ് നമുക്ക് ഡിബഞ്ചേഴ്സിന് സെറ്റിൽ ചെയ്യാനുള്ളതെങ്കിൽ നമുക്ക് ആ വർഷം ഒരു 25 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് 10 ലക്ഷം രൂപ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യാം. ഇനി അതല്ല 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എന്തില്ല, പ്രോഫിറ്റ് ഇല്ല, പക്ഷേ നമ്മളെ കയ്യിൽ ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ എന്ത് ചെയ്യുക, അവർക്ക് ഈക്വലായിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ കൊടുക്കുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ വിറ്റിട്ടോ എന്ത് ചെയ്യുക, ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇൻ ഷോർട്ട് നമ്മൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യുന്നത് ലംസം മെത്തേഡ് അല്ലെങ്കിൽ ലംസം പേയ്മെൻറ്റിലൂടെ ആണെങ്കിൽ അതിനെന്ത് പറയും, റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ് എന്ന് പറയും. നെക്സ്റ്റ് നോക്കുക. രണ്ടാമത്തെ മെത്തേഡാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ അല്ലേ. ക്യാപിറ്റൽ നമുക്കറിയാം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിന് സ്വന്തമായിട്ട് എന്താണോ ഉള്ളത് അതിനെന്ത് പറയും, ക്യാപിറ്റൽ എന്ന് പറയും. അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാപിറ്റൽ സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ബിസിനസ്സിലെ ക്യാപിറ്റലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നോക്കുക. വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ് ഓർ സോഴ്സ് ഓഫ് കമ്പനി ഇറ്റ് ഈസ് നോൺ ആസ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഇൻ ദിസ് മെത്തേഡ് the debentures redemption reserve is not created. In short, when profit are not used in redemption of debentures, this is stated to be redemption out of capital. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് അസറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യണമെങ്കിൽ അതിനെന്ത് പറയും, റിഡംഷൻ ഓഫ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിബഞ്ചേഴ്സ് റിഡംഷൻ റിസർവ് എന്ന അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. DRR എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ.
ഒക്കെ നോക്കുക. അക്കോർഡിംഗ് ടു ദ റൂൾ 18 ഓഫ് ദ കമ്പനീസ് ഇഷ്യൂഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ദ DRR debenture redemption reserve is not required to be created by the all Indian financial institution regulated by RBI and the banking company. അതായത് MCA റൂൾസ് പ്രകാരം ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രകാരം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും DRR അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ആസ് ദ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് covered under Section 20 of the Companies Act are also not required to create DRR as far as privately placed debentures are concerned. Therefore, these financial institutions, banking companies can redeem their debenture out of capital. അതായത് അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് DRR ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്യാപിറ്റൽ യൂസ് ചെയ്ത് കണ്ട് ഡിബഞ്ചേഴ്സിന് റിഡീം ചെയ്യാവുന്ന മെത്തേഡാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അതിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നുകൂടി നോക്കാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഈ 4th ചാപ്റ്ററിൽ മീനിങ് ഓഫ് ഡിബഞ്ചേഴ്സ് എന്താണ്, അതിൻ്റെ മീനിങ്, സോഴ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് റിഡീം ചെയ്യാം എന്നുള്ളതും നമ്മൾ പഠിച്ചു. 6 സോഴ്സിൽ നിന്നാണ് എന്ന് പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കും. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് റിഡീമിങ് ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യാൻ നമുക്ക് ഏതൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യാമെന്നുള്ളത് 6 മെത്തേഡ് നേരത്തെ പഠിച്ചു തന്നെയാണ്. ലംസം പേയ്മെൻറ്റ്, ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്, കൺവേർഷൻ ഇൻ ടു ന്യൂ ഷെയർസ് ഓഫ് ഡിബഞ്ചേഴ്സ്.